പ്രധാന വാർത്തയിലേക്ക്. കോഴിക്കോട് DCC സെക്രട്ടറിയുടെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ വയോധികൻ മരണത്തിന് കീഴടങ്ങി. തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം കുട്ടി ഹാജിയാണ് മരിച്ചത്. 75% പൊള്ളലേറ്റ ഇബ്രാഹിമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. DCC സെക്രട്ടറി സുധീറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ചാണ് ഇബ്രാഹിം കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഷഹദ് റഹ്മാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഗുഡ് ഈവനിംഗ്. ഷഹദ്, ഞെട്ടിക്കുന്ന വിവരമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു കടും കൈ കാട്ടിയത്? അരുൺകുമാർ, അതായത് ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത്. കാരണം ഈ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുധീറിന്റെ വീട്ടിൽ, സുധീർ കുമാറിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഈ നമ്മൾ പറയുന്ന ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറയുന്ന ആൾ വരികയും അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഈ പെട്രോൾ ഒഴിച്ച തീ കൊളുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും ചേർന്ന് പിടിക്കുകയും തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഏകദേശം 75% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗുരുതരമാണ്, 75%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത്. അല്പസമയം മുൻപാണ് ഇപ്പോൾ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് കടത്തനാട് കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുണ്ട്. ആ സൊസൈറ്റിയിൽ ഇദ്ദേഹം, അതായത് ഇബ്രാഹിം കുട്ടി ഹാജി, പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 70 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ആ പണം പല തവണകളായി ഇദ്ദേഹം തിരികെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ഈ DCC സെക്രട്ടറി ആയിട്ടുള്ള സുധീർ കുമാർ. അപ്പോൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളോട് പലതവണ പണം ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഇന്ന് രാവിലെ ഈ വീട്ടിന്റെ മുൻവശത്ത് വരികയും ഈ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 1 വർഷം മുൻപ് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. വടകര പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ കേസ് കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതിൽ കേസ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കേസ് ഇപ്പോഴും അങ്ങനെ തന്നെ അവിടെ പെൻഡിംഗ് ആയി നിൽക്കുകയാണോ എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, എത്ര രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് എന്നത് സംബന്ധിച്ചും കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം ഈ അപകടം പറ്റിയ സമയത്തും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഈ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ ഈ പെട്രോൾ ഒഴിക്കാൻ കാരണം എന്ന ആരോപണമാണ് ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇതുവരെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുധീർ കുമാറിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ല, അതായത് ഫോണിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും അല്പസമയം മുൻപാണ് ആ വേദന ജനിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം നിക്ഷേപിച്ച പണം അത് തിരികെ ലഭിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ ആ പണം അദ്ദേഹം